വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ മുമ്പിൽ സന്നദ്ധരായിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, എല്ലാ അധ്യയന വർഷവും ഓർക്കിഡിന്റെ കീഴിൽ നടത്തിവരാറുള്ള എസ്പെറൻസ ഫെസ്റ്റിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ ജന്നാത്തു നഈമിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ദുർബല മനുഷ്യരാണ്. റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ ഖുർആനിലൂടെ പറയുന്നു, ളഹറൽ ഫസാദു ഫിൽ ബർരി വിൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങളിലുണ്ടാക്കുന്ന ജനങ്ങളുടെ കൈകടത്തുകൾ മുഖേനയാണ് പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്നത്. അതിന്റെ കാരണം നോക്കിയാൽ നാം കാണുന്നത് സാമ്പത്തിക അവസ്ഥയാണ്. ദരിദ്രരായ അവർക്ക് ദുരന്തത്തിൽ നിന്ന് മുക്തി നേടാനുള്ള സാമ്പത്തിക ശേഷി കുറവായിരിക്കും എന്ന് നാം കണ്ടുവരുന്നവരാണ്. ഇതിന് സർക്കാർ മുൻകരുതൽ എടുക്കാത്തതുമാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമൂഹ അവസ്ഥ. അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ തുടങ്ങിയവർ ദുരന്തത്തിൽ നിന്ന് മുക്തി നേടാൻ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതുമാണ്. എന്ന് വെച്ചാൽ വയനാടിലെ ആ ദുരന്തം നാം കണ്ടവരാണല്ലോ, കേട്ടവരാണല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവപ്പെട്ടവർ പാവപ്പെട്ടവരായ ജനങ്ങളാണ്. അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് പ്രയാസങ്ങൾ അനുഭവിച്ചത്. അതിൽ തന്നെ നാം നോക്കിയാൽ നാം കാണുന്നത് ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ദുർബല മേഖലകളിൽ താമസിക്കുന്നവർക്ക് മികച്ച ഭവനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ ദുരന്തത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറവായിരിക്കും. ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, പ്രകൃതി ദുരന്തം എന്നുള്ളത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് കൂടുതൽ അനുഭവിക്കുന്നത് പാവപ്പെട്ടവരായ ജനങ്ങളാണ്. സാമൂഹികമായും ശാരീരികമായും പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളാണ് അവർ. എന്നാൽ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവർ അതിൽ രക്ഷപ്പെടാനുള്ള കഴിവ് അവർ ഉണ്ടാക്കുന്നു എന്നതാണ്. പിന്നെ നാം നോക്കിയാൽ കാണുന്നത് സാമ്പത്തിക അസമത്വമാണ്. എന്ന് വെച്ചാൽ ദരിദ്രരായ ആളുകൾക്ക് മികച്ച വീടുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നിർമ്മിക്കാൻ കഴിയാത്തതിനാൽ ദുരന്തത്തിൽ നിന്ന് നാശനഷ്ടം കൂടുതലായിരിക്കും അനുഭവിക്കുന്നത്. പിന്നെ നാം കാണുന്നത് ഭൂമി ഉപയോഗമാണ്. പാർപ്പിടവും കൃഷിയും എന്നിവയ്ക്ക് അനുയോജ്യമില്ലാത്ത സ്ഥലങ്ങൾ വാങ്ങിയിടുക. പിന്നെ പുഴകളും നദികളും അരുവികളും എല്ലാം മണ്ണിട്ട് നിരത്തി അതിന്റെ മുകളിൽ വീടുകളും ഫാക്ടറികളും പണിയുക എന്നതാണ് നാം കണ്ടുവരുന്നത്. അതാണ് നാം വയനാടിലെ ആ ദുരന്തം അനുഭവിക്കാനുള്ള കാരണം. അതാണ് മലകളും കുന്നുകളും ഇടിച്ച് അതിന്റെ മുകളിൽ ഫാക്ടറികളും വീടുകളും പണിതുകൊണ്ടാകാം ഇങ്ങനെയുള്ള പ്രകൃതികൾ നമ്മളെ ചൂഷണം ചെയ്യുന്നത്. അതിന്റെ പരിഹാരങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. സാമൂഹിക സുരക്ഷാ വ്യവസ്ഥ സർക്കാർ ഉറപ്പുവരുത്തുക, എല്ലാവരും സുരക്ഷിത ആണോ എന്ന്. പിന്നെ നാം നോക്കിയാൽ കാണുന്നത് ദുരന്ത നിവാരണ പദ്ധതികൾ എന്നാണ്. മുന്നറിയിപ്പ് സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും സർക്കാർ മുൻകരുതലെടുത്ത് ചെയ്യേണ്ടതാണ്. സാമൂഹിക അവബോധം, ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കുക. ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കുക എന്നതാണ് നാം സർക്കാർ മുൻകരുതൽ എടുക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. An intellectual